മുകളിലും താഴെയുമായി പുത്തരിക്കണ്ടം മൈതാനം പോലെ അതിവിശാലമായ കിളിവാതിലുകൾ. ഇതിലും ഭേദം റോമാ സാമ്രാജ്യത്തിലെ പഴയ സഹകരണ കക്കൂസ് തന്നെയായിരുന്നു. ഇതിനുള്ളിലിരിക്കുമ്പോൾ 90കളിലെ ഇന്റർനെറ്റ് കഫയുടെ കാലഘട്ടം ഓർമ്മ വരുന്നുണ്ട്. ഇവിടെ ഇരുന്ന് ആലോചിച്ചു കൂട്ടുന്നതിനിടെ എന്തെങ്കിലും അപകടം പറ്റിയാൽ മുകളിൽ കൂടെയോ താഴെ കൂടെയോ ഓടിത്തള്ളാനും വൃത്തിയാക്കാനുള്ള എളുപ്പത്തിനും പിന്നെ മറ്റേ കുൽസിത പ്രവൃത്തികളിൽ ഏർപ്പെടാതിരിക്കാനും നിർമ്മാണ ചെലവ് കുറയ്ക്കാനും ഒക്കെയാണ് ഇങ്ങനെ പണി കഴിപ്പിച്ചിട്ടുള്ളത്. അയ്യോ, ഇവിടുത്തെ ഇരിപ്പിടത്തിന്റെ മുൻഭാഗം ആരോ മുറിച്ചോണ്ടു പോയതുപോലെ. ശരീരത്തിലെ പ്രധാന വസ്തുവകകൾ അവിടെ തൊട്ടുരുമിയിരുന്ന് ഒരു അവിഹിത ബന്ധമുണ്ടാകാതിരിക്കാനാണ് അത്ര ഇങ്ങനെ നിർമ്മിച്ചിട്ടുള്ളത്. ടിഷ്യൂ പേപ്പർ കൊണ്ട് ഒട്ടനേക ഉപയോഗങ്ങൾ നിങ്ങളെയും കാത്തിരിക്കുന്നുണ്ട് ഇവിടെ. കാനഡയിൽ ഉരുളക്കിഴങ്ങിന് വിലക്കുറവാണെന്നുള്ളത് 5 മിനിറ്റ് ഇതിനുള്ളിൽ ഇരിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും. പലതരത്തിലുള്ള ശബ്ദതരംഗങ്ങൾ മുകളിലൂടെ ചീറിപ്പാഞ്ഞു പോകുന്നത് കേൾക്കുന്നുണ്ട്. അകത്തിരിക്കുന്ന ആൾ പരിചയക്കാരനാണോ എന്നറിയാനായി നിർമ്മിച്ചിട്ടുള്ള സംവിധാനം എന്നിൽ കൗതുകമുളവാക്കി. എല്ലാവർക്കും പ്രത്യേകം വീതം വെച്ച് കൊടുത്തിട്ടുണ്ടെങ്കിലും കുടുംബസമേതം കക്കൂസിലേക്ക് എന്ന ആശയം എന്നെ അക്ഷരാർത്ഥത്തിൽ